പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടന്ന സംഭവത്തിൽ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കി മധ്യപ്രദേശ് സർക്കാർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത്. കേരളത്തിൽ നടന്ന വിവാഹത്തിനായി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളിൽ ദുരൂഹത ഉയർന്നതോടെയാണ് ഈ നടപടി. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, എന്തായാലും കേരളത്തിൽ ഈ വിവാഹം നടന്നു. അതിന് കളമൊരുക്കി കൊടുത്തത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. പക്ഷേ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികളില്ലെങ്കിലും മധ്യപ്രദേശിൽ ഒരു ആർജവമുള്ള സർക്കാരുണ്ട്. അവരെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗൗതം. മധ്യപ്രദേശ് സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടൊരു നടപടി ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മലയാളിയായ ചിലരുടെ പരാതികൾ അവിടെ എത്തിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മധ്യപ്രദേശ് സർക്കാർ ഇത്തരത്തിലൊരു കൃത്യമായ നടപടിയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ചില ഉദ്യോഗസ്ഥരെ കൂടി ഈ ഘട്ടത്തിൽ നടപടി നേരിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഹേശ്വർ മുനിസിപ്പൽ കൗൺസിലിന്റെ CMO അടക്കമുള്ളവരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CMO പ്രിയങ്ക് പാണ്ഡ്യയാണ് ധാർ ജില്ലയിലെ ദാംനോഗ് മുനിസിപ്പൽ കൗൺസിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നത്. കേരളത്തിൽ നമുക്കറിയാം ഈ വിവാഹം നടന്നത് മാർച്ച് 11-ാം തീയതിയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് മാതാവും പിതാവും അടക്കമുള്ളവർ പറഞ്ഞതാണ്. പക്ഷെ അതിനെയൊക്കെ കണ്ണിച്ചുകൊണ്ടാണ് ഒരു ലൗകികാത സ്വഭാവമുള്ളൊരു വിവാഹം കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ നടത്തുകയും ചെയ്തത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മന്ത്രി V ശിവൻകുട്ടി, ഒപ്പം തന്നെ രാജ്യസഭാ MP A റഹീം അടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് അപ്പോൾ അന്ന് ഹാജരാക്കിയ രേഖകളൊക്കെ വ്യാജമാണ് എന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തുകയും ഇപ്പോൾ അതിന്റെ തുടർ നടപടി എന്നോണം ദേശീയ പട്ടികവർഗ കമ്മീഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയിട്ടുള്ളത്. അതായത് ഒരു മാസം മുൻപ്, അതായത് ഈ വിവാഹം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇടപെടുകയും ഈ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നൊരാവശ്യം സർക്കാരിനെ അവിടെ അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത് അതിനെ തുടർന്ന് റദ്ദാക്കിയ സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിയുടെ പ്രായം 2008 ജനുവരിയിലാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രേഖാമൂലം 2009 ഡിസംബർ 30 ആണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ നൽകിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ മാസം 21-ാം തീയതി മധ്യപ്രദേശിലെയും ഒപ്പം തന്നെ കേരളത്തിലെയും DGP-മാരോട് നേരിട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷന് മുൻപാകെ ഹാജരാകണമെന്നും വിശദീകരണം നൽകണമെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിർദ്ദേശം നൽകിയതിൽ ഇരിക്കെയാണ് ഇത്തരത്തിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൂടി തുടർ നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പോക്സോ കേസടക്കം ചുമത്തപ്പെട്ട കേസിൽ ഫർമാൻ ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടി കൂടി മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ വേഗത്തിൽ നീങ്ങുന്നു. തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൂടി റദ്ദാക്കിയിട്ടുള്ളത്. ഓക്കെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടന്ന സംഭവത്തിൽ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. കേരളത്തിൽ നടന്ന വിവാഹത്തിനായി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളിൽ വലിയ ദുരൂഹത ഉയർന്നതോടെയാണ് മധ്യപ്രദേശിലെ BJP സർക്കാർ നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.